بسم الله الرحمن الرحيم ومن الناس من يقول آمنا بالله وباليوم الآخر وما هم بمؤمنين يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون. ഞങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല. അല്ലാഹുവിനെയും വിശ്വാസികളെയും വഞ്ചിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത്. വാസ്തവത്തിൽ അവർ ആത്മവഞ്ചന മാത്രമാണ് ചെയ്യുന്നത്. അവരത് മനസ്സിലാക്കുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽ ഫലാ ഹാദിയ ലഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أم حسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നിലമ്പൂരിനോട് ചേർന്ന് കിടക്കുന്ന എരഞ്ഞിമങ്ങാട് എന്ന് പറയുന്ന ശാന്തമായ ഈ ഒരു പ്രദേശത്ത് അതീവ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട, അതോടൊപ്പം വളരെയേറെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട, എല്ലാവരെയും ബാധിക്കുന്ന, ആർക്കും പുറത്തേക്ക് പോകാനാവാത്ത, വളരെ ആനുകാലികം എന്ന് പറയാവുന്ന ഒരു വിഷയത്തിലാണ്
ഈ പ്രഭാഷണം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ലോകത്ത് അഭിപ്രായ ഭിന്നതകൾ ഒരുപാടുണ്ട്. ആർക്കും അഭിപ്രായ ഭിന്നതയില്ലാത്ത ഒരു കാര്യം, ജനിച്ചിട്ടുണ്ടോ ഈ ലോകത്തുനിന്ന് വിട പറയും, മരിച്ചു പോകും എന്നുള്ളതാണ്. ഒരു ചോദ്യമാണ് നമ്മുടെ വിഷയം. മരണം ജീവിതത്തിന്റെ അന്ത്യമോ? ആ ചോദ്യത്തിന് വ്യത്യസ്ത മറുപടികൾ ഉണ്ടാവും. ഒന്ന്, മരണം ജീവിതത്തിന്റെ അന്ത്യമാണ്. മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല. നാൽക്കാലികളെപ്പോലെ ഈ മണ്ണിന്റെ ഭാഗമായി മനുഷ്യർ മാറും. പിന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പോ വിചാരണയോ ഒന്നുമില്ല. അങ്ങനെ അവസാനിച്ചു പോകുന്നതാണ് മനുഷ്യന്റെ ജീവിതം എന്ന് ചില ആളുകൾ ഒരു തെളിവുമില്ലാതെ പറയുന്നു. എന്നാൽ മരണം ജീവിതത്തിന്റെ അന്ത്യമല്ലെന്നും യഥാർത്ഥ ജീവിതത്തിന്റെ തുടക്കമാണെന്നും മതവിശ്വാസികളായ ആളുകളെല്ലാം പറയും. മൂന്നാമതായി ഒരു വീക്ഷണമുള്ളത്, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി, ക്ഷത്രിയനായി, വൈശ്യനായി, ശൂദ്രനായി, ചണ്ഡാലനായി ഒക്കെ ജനിക്കും എന്ന വിശ്വാസമാണ്. തദിഹ രമണീയാം ചരണേ ഹബ്യാശേ ഹയദേ രമണീയാം യോനി അപധ്യോരൻ ബ്രാഹ്മണയോനി വസുകരയോനി ചണ്ഡാലയോനി എന്നൊക്കെ പറഞ്ഞിട്ട് ചന്തോപനിഷത്തിൽ ആ കാര്യം വിശദീകരിക്കും. എന്നാൽ ശ്രീമദ് ഭഗവത്ഗീതയിൽ മരണപ്പെട്ടാൽ സ്വർഗത്തിൽ പോകും, ധർമാധർമ്മ യുദ്ധത്തിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടാൽ സ്വർഗത്തിൽ പോകും എന്നാ പറയും. നായയായി, പന്നിയായി, ചണ്ഡാലനായി ജനിക്കുമെന്ന വിശ്വാസത്തിനപ്പുറത്ത് ധർമാധർമ്മ യുദ്ധത്തിലേർപ്പെട്ട് മരിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്ന് ഗീതയിൽ ഒരു ഭാഗത്ത് പറയും. ഗീതയുടെ 2-ാം അധ്യായം 37-ാമത്തെ വചനത്തിൽ പറയുന്നത് അങ്ങനെയാണ്. ഹദോവ പ്രാപ്സസി സ്വർഗം ജിതോവാ ബോക്ഷസേ മഹീം തസ്മാ ദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിക്ഷയ. അർജുന, ഈ ധർമാധർമ്മ യുദ്ധത്തിൽ നീ കൊല്ലപ്പെട്ടാൽ നിനക്ക് സ്വർഗത്തിൽ പോകാം. അപ്പൊ സ്വർഗമുണ്ട്, നരകമുണ്ട്, മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് വേദങ്ങളിൽ പലയിടങ്ങളിലും പറയുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികന്മാരായിട്ടുള്ള ആളുകൾ മരണത്തിന് ശേഷം പിന്നെ ശുദ്ധശൂന്യതയാകുന്നു എന്നാണ് അവരുടെ വാദം. അപ്പൊ മനുഷ്യൻ എന്തുകൊണ്ട് ഇതര ജീവവർഗങ്ങളിൽ നിന്ന് വ്യതിരിക്തനായി? മനുഷ്യൻ മാത്രം എന്തിനാണ് പഠിക്കുന്നത്? മനുഷ്യനിൽ എന്തിനാണ് എഞ്ചിനീയറും ഡോക്ടറും അധ്യാപകനും അതുപോലെ ഗുരുവര്യ ശിഷ്യ സങ്കല്പം ജന്തുലോകത്തില്ല? ജീവിക്കാൻ ആവശ്യമായ അറിവ് തേടേണ്ട അനിവാര്യത ലോകത്ത് ഒരു ജന്തുവിനും ഇല്ല. മരണത്തോടുകൂടി ശുദ്ധമായ ശൂന്യതയാണ് എന്ന് പറയുന്ന ആളുകൾ. എന്നാൽ ഇതര ജീവവർഗങ്ങളിൽ നിന്ന് മനുഷ്യൻ മാത്രം എന്തുകൊണ്ട് വേർപെട്ടു എന്ന ചോദ്യത്തിന് അവരുടെ കൈകളിലൊന്നും മറുപടിയില്ല. നിരപരാധിയായ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ടല്ലോ. അയാൾക്ക് ഈ ലോകത്ത് നീതി ലഭിക്കുന്നില്ലല്ലോ. മരിച്ചുപോയി അയാൾ ഒരു കുടുംബത്തിന്റെ അത്താണിയായി തീരേണ്ട ഒരു സഹോദരൻ ഭാര്യയെ വിധവയാക്കി, മക്കളെ അനാഥരാക്കി, മാതാപിതാക്കളെ വയ്യാധാരമാക്കി ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ അനീതിയിൽ അധിഷ്ഠിതമായ അയാൾ മരിച്ചുപോയല്ലോ എന്ന് ചോദിക്കുന്നതിന് മറുപടിയുണ്ടോ ഭൗതികവാദികൾക്ക്? ഇല്ല. ലോകത്ത് നടക്കുന്ന
അരാജകത്വങ്ങൾ അരങ്ങു തകർക്കുന്ന ലോകത്തിന്റെ ഘടന പരിശോധിച്ചാൽ നിരപരാധികളായ ആളുകൾ ഗാസയിലും ഇറാഖിലും ഫലസ്തീനിലും ചെച്നിയയിലും കോസറോവയിലും ലബനാനിലും ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. രാസായുധമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചത്. രാസായുധം പോയിട്ട് ഒരു പെരിച്ചായിയുടെ വലുപ്പത്തിലുള്ള ബോംബ് പോലും കണ്ടെത്താൻ അമേരിക്കക്ക് കഴിഞ്ഞില്ല സദാം ഹുസൈനെ തൂക്കിക്കൊന്നതിന് ശേഷം. നാഥുറാം വിനായക് ഗോഡ്സെ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്നു. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യത്തിന്റെ മധുരിമ ആസ്വദിക്കുന്നതിന് മുമ്പ് തന്നെ കൊല്ലപ്പെട്ട് പോവുകയുണ്ടായി. നമ്മൾ തന്നെ ജീവിതത്തിൽ ഒരുപാട് അനീതികൾക്ക് വിധേയമാകും. വസ്തുതകൾ അറിയാത്ത വാദ കോലാഹലങ്ങൾ ഇന്നത്തെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ എരഞ്ഞിമങ്ങാട് പ്രദേശത്ത് നല്ല ഒരു സദസ്സിലാണ് നിങ്ങളൊക്കെ. ഇനിയും ധാരാളം കസേരകളിട്ട് ഒഴിഞ്ഞുകിടക്കുന്ന കസേര ഉണ്ടെങ്കിൽ അവിടെ വന്നിരുന്ന് ഇനിയും കസേരയിട്ട് ദൂരേക്ക് മാറാതെ എല്ലാവരെയും, എല്ലാ ജനപദങ്ങളെയും, ജാതി മത ഭേദമന്യേ സകല മനുഷ്യരെയും ബാധിക്കുന്ന, സകല മനുഷ്യരും ശ്രദ്ധിക്കേണ്ടുന്ന സഗൗരവമായ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ഉദ്ഘോഷണമാണ്, പ്രഭാഷണമാണ് ഇവിടെ നടക്കുക. മനുഷ്യനാരാണ് എന്ന ചോദ്യം. എവിടെ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്? അത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒന്നാണ്. എവിടെ നിന്നാണ് മനുഷ്യന്റെ ഉത്ഭവം? ഒന്നുമില്ലായ്മയിൽ നിന്ന് ആരംഭിച്ച മനുഷ്യന്റെ ജീവിതം ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് അഡ്രസ് ഉള്ളവരായി തെറിച്ചു വീഴുന്ന ഒരു ഇന്ദ്രിയത്തുള്ളിയായിരുന്നു നമ്മൾ. വെറും തെറിച്ചു വീഴുന്ന അറപ്പും വെറുപ്പും തോന്നുന്ന വഴുവഴുപ്പുള്ള ഒരു ഇന്ദ്രിയത്തുള്ളി. അതിൽ നിന്നാണ് സുന്ദരന്മാരും സുന്ദരിമാരും മഹാബുദ്ധിജീവികളും പാടാൻ കഴിവുള്ളവരും പ്രഭാഷണ വൈഭവമുള്ളവരും എല്ലാം ജനിക്കുന്നത് ഈ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ്. അത്ഭുതകരമാണ്. മനുഷ്യർ സാധാരണ ചിന്താശേഷിയുള്ള ഒരു വർഗമാണല്ലോ. ഇതര ജീവജാലങ്ങളെ അപേക്ഷിച്ച് അപാരമായ ചിന്താശേഷിയുള്ള ഒരു ജീവവർഗമാണ് മനുഷ്യൻ. ഒരു അരയാൽ കുരു, അതിൽ നിന്ന് ഒരു മഹാവടവൃക്ഷം വളർന്ന് പടർന്ന് പന്തലിച്ചു വലുതായി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ അറിയുന്നു അതിന്റെ മഹത്വവും അതിന്റെ പ്രത്യേകതയും. വളരെ നിസ്സാരമായ ഒരു കടുകുമണിയേക്കാൾ നിസ്സാരമായ ഒരു കുരു എന്തെല്ലാം ഉൾക്കൊള്ളുന്നു, ഒരു വിത്ത് എന്തെല്ലാം ഉൾക്കൊള്ളുന്നു. ഉണങ്ങി വരേണ്ട ഭൂമി, അവിടെ മഴ പെയ്ത് ചെടികൾ മുളയ്ക്കുന്നു. ഇപ്പൊ ഇവിടെയൊന്നും നമ്മൾ ഒരു വിത്തും കാണുന്നില്ല. സഹോദരിമാരും സഹോദരന്മാരും ഇരിക്കുന്ന ഈ മൈതാനം, പക്ഷേ ശക്തമായി മഴ പെയ്താൽ ഇവിടെ ചെടികൾ മുളപൊട്ടുകയാണ്. കദാലിക്കൽ ഖുറൂജ്, അപ്രകാരം നിങ്ങൾ ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഒരു തേങ്ങ മണ്ണിൽ കിടന്നാൽ അത് മുളയ്ക്കും, അത് തെങ്ങാവും. ഒരടക്ക മണ്ണിൽ കിടന്നാൽ അതിന് മുള വരും, വേരുകൾ വരും, അത് വളരും, കവുങ്ങാവും. മനുഷ്യനിലുമുണ്ടൊരു വിത്ത്. മനുഷ്യന്റെ വാലറ്റത്ത് ഒരു വിത്തുണ്ട്, ഒരു വാലറ്റം, അതിലൊരു കോശമുണ്ട്. അത് മണ്ണിൽ അങ്ങനെ നിൽക്കും, ഒരിക്കലും കേടുവരാതെ. എന്നിട്ട് ആ വിത്ത് മുളച്ച് അവനായി, എന്താണോ അവനായിട്ട് മരണാനന്തര ജീവിതത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് ഖുർആൻ പറയുമ്പോൾ ഒരേ ശാസ്ത്രീയതയും അതിലില്ല. ലോകത്ത് ഏതൊരു ജീവവർഗവും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് പറയുന്നതിൽ അല്ല അത്ഭുതം. ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടില്ല എന്ന വാദമാണ് നമ്മൾ അത്ഭുതപ്പെടുത്തേണ്ടത്. കാരണം മാധവനില്ലാത്ത കാലത്ത്, ചന്ദ്രനില്ലാത്ത കാലത്ത്, അവന്റെ അമ്മയില്ലാത്ത കാലത്ത്, നമ്മുടെ ഉമ്മമാരില്ലാത്ത കാലത്ത് ഈ ലോകത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ച പടച്ച തമ്പുരാൻ ഏതൊരു മനുഷ്യക്കുഞ്ഞും ഗർഭപാത്രത്തിൽ രൂപം കൊള്ളുന്നത് 2 മില്ലിലിറ്റർ ഇന്ദ്രിയത്തിൽ നിന്ന് 200 കോടി ബീജകണങ്ങളിൽ നിന്ന് ലക്ഷണമൊത്ത ഒരു ബീജം
അണ്ഡവുമായി കൂടിച്ചേരുകയാണ്. അതാണ് സൈക്കോട്ട്, സിക്താണ്ഡം എന്ന് പറയുന്നത്. സുമ്മ ഖലഖനൻ നുത്ഫത അലഖ ഫഖലഖനൽ അലഖത മുളഅ വഖലഖനൽ മുളഅത ഇലാമ ഫകസൗന ഇലാമ ലഹ്മ സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി തുബഅസൂൻ. ഒരു ഇന്ദ്രിയത്തുള്ളിയായി 2 മില്ലിലിറ്റർ ഇന്ദ്രിയം ഒരു പുരുഷൻ ശപിക്കുന്ന, അതിൽ നിന്ന് 200 കോടി ബീജങ്ങൾ, ഒന്നും രണ്ടും ഒന്നില്ല, 200 കോടി ബീജങ്ങൾ. ആ ബീജങ്ങൾ അതിലൊന്ന് അണ്ഡവുമായി കൂടിച്ചേരുകയാണ്. അലം യകുനു തുഫത്തം മിൻ മനിയ്യിൻ യുംന, സൂറത്ത് ഖിയാമ 75-ാം അധ്യായം 37-ാമത്തെ വചനമാണ്. അതായത് നൂറ്റാണ്ടുകൾക്കപ്പുറത്ത്, സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് വിശുദ്ധ ഖുർആൻ പറയണെന്ത്? ഒരു ബീജമാണ് അണ്ഡവുമായി കൂടിച്ചേരുക. സ്വാഭാവികമായി പൊതുവെ 200 കോടി ബീജങ്ങൾ ഉണ്ടെങ്കിലും അതിലൊരു ബീജം, അതാണ് എംബ്രിയോളജിയെ കുറിച്ചുള്ള വിശുദ്ധ ഖുർആന്റെ കറക്റ്റായ വിശദീകരണം. എല്ലാവരും മനസ്സിലാക്കുക, നമ്മളൊക്കെ ആരായിരുന്നു? പിതാവിന്റെ സെമിനൽ വെസിക്കിളിൽ നിന്ന് പുറപ്പെട്ട ഇന്ദ്രിയത്തിലെ ഒരു കണമായിരുന്നു. വിശുദ്ധ ഖുർആൻ ഈ കാര്യം പറയുന്ന വളരെ മനോഹരമായ ചില ഭാഗങ്ങൾ ഖുർആനിലെ 85-ാം അധ്യായം 5 മുതൽ 6-7 വചനങ്ങൾ. ആ വചനത്തിൽ പറയുന്നത് എന്താണ്? ഫൽയൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ മിമ്മാഇൻ ദാഫിക് യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ് ഇന്നഹും. വിശുദ്ധ ഖുർആൻ പറയാൻ, അതായത് നീ പിതാവിന്റെ തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളിയിലെ ഒരു കണമായിരുന്നു. വളരെ ഉന്നതമായ ഒരു ശാസ്ത്രീയ സത്യ പറയുന്നത്. അതായത് ഒരു പെണ്ണ് ഒരു വിവാഹിതയായി, ഭാര്യയായി, ഗർഭിണിയായി അവളൊരു പെൺകുഞ്ഞിന് ജന്മം നൽകിയാൽ കുറ്റം പെണ്ണിനല്ല, ആണിനാണ്. കാരണം പെണ്ണാണോ ആണാണോ എന്ന് തീരുമാനിക്കുക പുരുഷനിലെ XY ക്രോമസോമാണ്. സ്ത്രീയിൽ XX ക്രോമസോമാണ് ഉണ്ടാവുക. അപ്പൊ X ക്രോമസോം സ്ത്രീയിലെ എക്സിനോട് ചേർന്നാൽ അത് സ്ത്രീയാണ്. പുരുഷനിലെ Y ക്രോമസോം സ്ത്രീയിലെ X ക്രോമസോമായി കൂടി ചേർന്നാൽ അത് പുരുഷനാണ്. അപ്പൊ പുരുഷനാണോ സ്ത്രീയാണോ എന്ന തീരുമാനത്തിന്റെ നിർണിതാവകാശം പുരുഷനാണ്. ഇപ്പം മകൻ കല്യാണം കഴിച്ച പെണ്ണിനെ തന്നെ പ്രസവിച്ചാൽ മകന്റെ ഉമ്മ അവളെ കുറ്റപ്പെടുത്തും. വിശുദ്ധ ഖുർആൻ എത്രയോ മുമ്പ് പറഞ്ഞു അത്. അപ്പൊ പുരുഷനിലെ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് ആണും പെണ്ണും ഉണ്ടാകുന്നത്. അതിൽ സ്ത്രീ ബീജം കൂടിച്ചേരുമ്പോൾ സമ്മിശ്രമായ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇൻസാനിൽ മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞത് ഒന്നുകൂടെ പറയാം. ഫൽയൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ്, മനുഷ്യരെ, വല്ലാത്തൊരു വിളിയൻ. ഹിന്ദുക്കളെ, മുസ്ലിങ്ങളെ, ക്രിസ്ത്യാനികളെ, ജൈനരെ, ബൗദ്ധരെ, പാശ്ചാത്യരെ, പൗരസ്ത്യരെ എന്നൊന്നുമല്ല, മനുഷ്യരെ നിങ്ങൾ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അപ്പൊ ആലോചിക്കാനാ ഖുർആൻ പറഞ്ഞേ. ചിന്തിക്കരുത്, പഠിക്കരുത്, മനസ്സിലാക്കരുത്, ഉൾക്കൊള്ളരുത് എന്നല്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. മറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ അപാരമായി നിങ്ങൾ ചിന്തിക്കണം. ഫൽയൻദുരിൽ ഇൻസാനു ഇലാ തുഅമിഹി അന്നാ സബബനൽ മാഅ സബ്ബ സുമ്മ ശഖഖനൽ അർള ശഖ. വേറൊരു ഭാഗത്ത് മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് അവർ ആലോചിച്ചിട്ടുണ്ടോ? ആലോചന, ചിന്ത, ഗഹനമായ പഠനങ്ങൾ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 190 മുതൽ 93 വരെയുള്ള വചനങ്ങൾ. നിന്നും ഇരുന്നും കിടന്നും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, രാപ്പകലുകളുടെ വ്യതിയാനം, ആകാശത്തിന്റെ മേലാപ്പിൽ അനന്തതയിൽ അരിമണികൾ വാരി വിതറിയ പോലെ നക്ഷത്രമേലാപ്പിനെ അലങ്കരിച്ച ആകാശഭൂമികളുടെ തമ്പുരാൻ, മലിക്കുൽ ജബ്ബാറായ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ, ദിദീവികൻ, വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ, ലോകത്തിന്റെ തമ്പുരാൻ. ആ തമ്പുരാൻ മനുഷ്യനെ ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് സൃഷ്ടിച്ചു. എന്നിട്ട് ഇന്ന് നമ്മൾ കാണുന്ന ഈ ഘടന കൊടുത്തു. ഓരോ സഹോദരിയും ഓരോ സഹോദരനും ഒന്ന് ആലോചിച്ചേ, ഈ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് മുൻമാതൃകകളില്ലാതെ
നമ്മളെ സൃഷ്ടിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണല്ലോ. എങ്കിൽ ആ അള്ള പറയുന്നു, നിങ്ങളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കും, നിങ്ങളെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കും. വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ഹൽ അതാ അലൽ ഇൻസാൻ ഹീനും മിനദ് ദഹർ ലം യകും ശൈഅൻ മദ്കൂറാ. പറയപ്പെടാൻ, അത് വല്ലാത്തൊരു വാക്കാണ്. സൂറത്ത് ഇൻസാൻ, സൂറത്ത് ദഹർ 76-ാം അധ്യായം 1, 2, 3 വചനങ്ങൾ. അതിൽ പറയുന്നതോ മനോഹരമാണ്, അതിലെ വിശദീകരണം മനോഹരമാണ്. പറയപ്പെടാൻ ഒന്നുമല്ലാത്തൊരവസ്ഥ മനുഷ്യരെ നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ? പറയപ്പെടാൻ ഒന്നുമല്ലാത്തൊരവസ്ഥ നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ? ഉണ്ട്. നിങ്ങളൊന്നുമല്ലാത്ത, നിങ്ങൾക്ക് അഡ്രസ് ഇല്ലാത്ത, നിങ്ങൾ ആരുടെ മകൻ, മകൾ, ആരുടെ ഭാര്യ, ആരുടെ ഉമ്മ, അമ്മ എന്നൊന്നും നിങ്ങൾ പറയാനാവാത്ത, ഇന്നാളുടെ സഹോദരൻ, അനുജൻ എന്നൊന്നും പറയാനാവാത്ത ഒരവസ്ഥ നിങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടില്ലേ? പിന്നെ നിങ്ങളെ മിശ്രിതമായ ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് കണ്ടോ. ഒരു കാലഘട്ടത്തിൽ ആർത്തവ രക്തത്തിൽ നിന്നാണ് കുഞ്ഞുണ്ടാകുന്നത് എന്ന് ജൂതന്മാർ വിശ്വസിച്ചിരുന്നു. അക്കാലഘട്ടത്തിലാണ് പടച്ചോൻ, അതാര്? അക്ഷരജ്ഞാനമില്ലാത്ത, കോളേജിൽ പഠിച്ചിട്ടില്ലാത്ത, സയൻസ് അധ്യാപകനല്ലാത്ത, എംബ്രിയോളജിയെ കുറിച്ച് പഠിച്ചിട്ടില്ലാത്ത, സെമിനൽ വെസിക്കിളെ കുറിച്ച് പഠിച്ചിട്ടില്ലാത്ത, മനുഷ്യ ശരീരത്തിന്റെ ഘടനാ വൈഭവങ്ങളെ കുറിച്ച് പഠിച്ചിട്ടില്ലാത്ത, അനാട്ടമി പഠിച്ചിട്ടില്ലാത്ത, സുവോളജി പഠിച്ചിട്ടില്ലാത്ത പ്രവാചക തിരുമേനി ഓതിത്തരികയാണ് എന്ത്? മനുഷ്യരെ, മനുഷ്യരെ. അവിടെയാണ് ഒരു പെണ്ണിന്റെ ആർത്തവ രക്തത്തിൽ നിന്നാണ് കുട്ടി ഉണ്ടാകുന്നത് വിശ്വസിച്ചൊരു കാലഘട്ടത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അവിടെയാ ഖുർആൻ പറയുന്നത്, യസ്അലൂനക അനിൽ മഹീദി, അവർ നിന്നോട് ആർത്തവ രക്തത്തെ കുറിച്ച് ചോദിക്കുന്നു. നബിയെ, അത് മ്ലേച്ഛമാണ്, അതിൽ നിന്നല്ല കുട്ടി ഉണ്ടാകുന്നത്. നോക്ക്, അക്കാലഘട്ടത്തിലെ വലിയ ബുദ്ധിജീവികൾ, അക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ബുദ്ധിജീവികൾ അന്ന് പറഞ്ഞിരുന്നതാണ്. എന്നാൽ ഖുർആൻ കറക്റ്റ് ചെയ്ത് മനുഷ്യന്റെ സെട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സുമ്മ ഖലഖനൻ നുത്ഫത അലഖ ഫഖലഖനൽ അലഖത മുളഅ ഫഖലഖനൽ മുളഅത ഇലാമ. ആ ഇന്ദ്രിയത്തുള്ളി ഉണ്ടല്ലോ, അതിനെ രക്തപിണ്ഡമാക്കി മാറ്റി. ആ രക്തപിണ്ഡത്തെ മാംസപിണ്ഡമാക്കി മാറ്റി. ആ മാംസപിണ്ഡത്തിന് അസ്ഥിക്കൂടം കൊണ്ട് അനാവരണം ചെയ്തു. ആ അസ്ഥിയെ വീണ്ടും മാംസം കൊണ്ട് പൊതിഞ്ഞു. എന്നിട്ടൊരു നല്ല സൃഷ്ടിയായി വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ഖലീലൻ മാ തഷ്കുറൂൻ. 16-ാം അധ്യായം 78-ാമത്തെ വചനമാണ്. എന്താ അവിടെ പറയുന്നത്? നിന്റെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഒന്നും അറിയാത്തവനായി ഈ ഭൂമി ലോകത്തേക്ക് നീ പിറന്നു വീണു. അതെ, അൻതല്ലദീ വലദതുക ഉമ്മുക ബാഖിയ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറ വജഹദി നഫ്സിക അൻ തകൂന ഇദാ ബഖൗ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറ. കണ്ടോ, ഒരു കുഞ്ഞിനെ ഒരു മാതാവ് ജന്മം നൽകുമ്പോ കരഞ്ഞുകൊണ്ടാണ് അവൻ ഈ ലോകത്തേക്ക് വരുന്നത്. കരഞ്ഞുകൊണ്ടാണ്. പൊട്ട, നീ മുൻതുള്ളി പിഞ്ചോരക്കട്ട, പിന്നെ നീ കാഷ്ടം ചുമന്നൊരു കൊട്ട, പെട്ടാലോ ചത്ത് ചകമല്ല പൊട്ട, പറവിനുടേലിൻ ബഹുമാനം പൊട്ട എന്ന് പറയുന്നത്. അതായത് ഒരു ഇന്ദ്രിയത്തുള്ളി, അതായിരുന്നു നീ. ഇന്ന് കണ്ണാടിയുടെ മുമ്പിൽ മിനുക്കി മനോഹരമാക്കി മീശ വെട്ടി ഒതുക്കി താടി നീട്ടി പൗഡർ ഇട്ട് സൗന്ദര്യം കാണിച്ച നിന്റെ ഈ ശരീരമുണ്ടല്ലോ, അതൊരു ഇന്ദ്രിയത്തുള്ളിയായിരുന്നു. പെട്ടാലോ ചത്ത് ചകമല്ല പൊട്ട, നീ എങ്ങാനും മരണത്തിന് വിധേയമായാലോ പിന്നെ വെറും ഒരു ശവമാണ് നീ. ഇതാണ് നീ എന്നത് നീ ഉൾക്കൊള്ളണം എന്ന് കവിവചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോ ഈ ഭൂമുഖത്തേക്ക് മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഒന്നും അറിയാത്തവരായി വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും, നിങ്ങളുടെ ഉമ്മമാരുടെ ഉദരങ്ങളിൽ നിന്ന് ഒന്നും അറിയാത്തവരായി. അതാ മനുഷ്യന്റെ പ്രത്യേകത. പോത്തിനെ ആരും നീന്തം പഠിപ്പിക്കേണ്ടതില്ല, ഒരു ജന്തുവിനെ, പശുവിനെ ആരും നീന്തം പഠിപ്പിക്കേണ്ടതില്ല. എന്നാൽ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന പ്രഗത്ഭനായ ശാസ്ത്രകാരന് നീന്താൻ കഴിയില്ല, നടക്കാൻ കഴിയില്ല, എഴുന്നേക്കാൻ കഴിയില്ല, ചലിക്കാൻ കഴിയില്ല, അല്ലെ? പക്ഷേ മഹാശാസ്ത്രകാരനാണ്, ബുദ്ധിജീവി. അതാണ്. നേരെ മറിച്ച് കൈ ചലിക്കുവോ, കാല് ചലിക്കുവോ, നടക്കാൻ കഴിയോ? വീൽ ചെയറിലാണ്, അല്ലെ? നേരെ മറിച്ച് ഏതൊരു ജീവവർഗത്തിനും അത് ജനിക്കുമ്പോൾ തന്നെ അതിനാവശ്യമായ എല്ലാ കഴിവും മനുഷ്യന് ആർജിതമാണ്, മനുഷ്യൻ നേടിയെടുക്കുക ചെയ്യുക.
ഈ മനുഷ്യൻ, അതാണ് നമ്മുടെ ചർച്ച. എരഞ്ഞിമാട് നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനമായ വിഷയം, മരണത്തിന് ശേഷം ഒരു ജീവിതമില്ലെങ്കിൽ മനുഷ്യനെന്ന നഷ്ടക്കച്ചവടം. ലോകത്ത് ഏറ്റവും വലിയ ഹതഭാഗ്യം മനുഷ്യനാവും. നായയേക്കാൾ, പന്നിയേക്കാൾ ഏറ്റവും മോശ ജന്മം മനുഷ്യൻ്റെതാവും മരണാനന്തര ജീവിതം അല്ലെങ്കിൽ. അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്ക്, പലാരിവട്ടത്ത് ഒരു കാറ് ആക്സിഡന്റ് ആയിട്ട് ഒരു എഞ്ചിനീയർ ആയിട്ടുള്ള ആള് മരിക്കുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഊട്ടിയിൽ നിന്ന് വാങ്ങിയ നായയും ആക്സിഡന്റിൽ മരിക്കുന്നു. മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കാത്ത ഇയാളും ഈ നായയും ഒരേ സമയത്ത് മരിക്കുകയാണ്. രണ്ടും തുല്യമെന്ന് പറയുന്നു. LKG, UKG പഠനം, സ്കൂള്, കോളേജ്, PG, MA, പരീക്ഷ, MA, ഇതൊന്നും ആവശ്യമില്ല. മാരേജ് ആവശ്യമില്ല. പയ്യനെ തിരയേണ്ട കാര്യമില്ല. ഉണ്ടോ? ജന്തുലോകത്ത് എന്ന പ്രശ്നമുണ്ടോ? അമ്മയുടെ അല്ലെ അച്ഛന്റെ ബീജം പേറാൻ വിധിക്കപ്പെട്ടവളാണ് ജന്തുലോകത്ത് മകള്, അല്ലെ മകന്റെ ബീജം പേറാൻ വിധിക്കപ്പെട്ടവളാണ് അമ്മ ജന്തുലോകത്ത്. മനുഷ്യലോകത്ത് എങ്ങനെയാണോ? ഏത് കമ്മ്യൂണിസ്റ്റുകാരനായിക്കോട്ടെ, ലോകത്തിലെ ഏറ്റവും വലിയ യുക്തിവാദിയായിരുന്ന ജോസഫ് ഇടമറക് ഞങ്ങൾക്ക് കഥ പോലെ പഠിപ്പിച്ചിരാണ്. മനസ്സിലാക്കണം, ജോസഫ് ഇടമറക് സ്വന്തം മകളെ ഗീതയെ ഒരിക്കൽ പോലും മരുമകനുമായി ഇഷ്ടത്തിലാണ് എന്നതുകൊണ്ട് ഒരിക്കൽ പോലും വിവാഹത്തിന് മുമ്പ് അയച്ചു കൊടുത്തില്ല. എന്താ കാരണം? മതം വേണ്ട, മൂല്യം വേണ്ട, ദൈവം വേണ്ട, മരണാനന്തര ജീവിതമില്ല, പോത്തിനെ പോലെ പന്നിയെ പോലെ ചത്തു തീരുന്നതാണ് മനുഷ്യ ജീവിതം എന്ന് വാദിച്ച ലോകത്തിലെ പടുവിഡ്ഢി അല്ലേ? അതല്ലേ പറയാ. എന്നിട്ട് അയാൾ പോലും എന്ത് ചെയ്തിട്ടില്ല? സ്വന്തം മകളെ യഥേഷ്ടം കെട്ടയച്ചു വിട്ടിട്ടില്ല. അപ്പൊ വിവാഹത്തിന് മുമ്പുള്ളതും വിവാഹേതര ബന്ധവും മനുഷ്യന് പറ്റൂല എന്നുള്ള ബോധം ജന്മനാ തന്നെ ജോസഫ് ഇടമറകിൽ ഉണ്ടായിരുന്നു. അതാണ് എന്ന് പറയുന്ന അതാണ് തഖ്വയും ഫുജൂറും. അതായത് മനുഷ്യനിൽ അന്തർലീനമാണ് നന്മയെക്കുറിച്ചുള്ള ബോധം. മനുഷ്യനിൽ കുടികൊള്ളുന്നതാണ് തിന്മയോടുള്ള വെറുപ്പ്. അതൊരു ജന്തുലോകത്തിനുമില്ല. അത് മനുഷ്യർക്ക് മാത്രമുള്ളതാണ്. ഈ മനുഷ്യന്റെ ജീവിതത്തിന് കൃത്യവും വ്യക്തവുമായ ഒരു ലക്ഷ്യം ഇസ്ലാം മനുഷ്യന്റെ മുമ്പിൽ വെച്ചു കൊടുക്കും. ലോകത്തൊരു മതവും അദ്വിതം വിജയിച്ചതായി പഠനങ്ങൾ തെളിയിച്ചിട്ടില്ല. ഇസ്ലാം ഇപ്പൊ നിങ്ങൾ നോക്കി, ഈ അടുത്ത കാലത്ത് മരിച്ച കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനായ പി ഗോവിന്ദൻ പിള്ള അദ്ദേഹത്തിന്റെ ജ്ഞാനത്തെക്കുറിച്ചോ പാണ്ഡിത്യത്തെക്കുറിച്ചോ ഒന്നും ഞാനിവിടെ പറയേണ്ടതില്ല. അദ്ദേഹത്തെ പറ്റി അറിയാവുന്ന എല്ലാവർക്കും അറിയാം. പി ഗോവിന്ദൻ പിള്ളയുമായി ഒരു ഇന്റർവ്യൂ ഉണ്ട് മാതൃഭൂമിയിൽ, ഈ കഴിഞ്ഞ മാതൃഭൂമിയിൽ. നിങ്ങൾ വായിക്കണം. അതില് PGയോട് ചോദിക്കുകയാണ്, അഥവാ പി ഗോവിന്ദൻ പിള്ളയോട് ചോദിക്കുകയാണ്, താങ്കൾക്ക് ഒരു മതമില്ല, എന്നാൽ ജീവിതത്തിൽ ഒരു മതം തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ഏത് മതമാണ് അങ്ങ് തെരഞ്ഞെടുക്കുക? പി ഗോവിന്ദൻ പിള്ള ആരാന്നറിയാവുന്നവർ ഇതിന്റെ മറുപടിയോട് കേൾക്കണം. പി ഗോവിന്ദൻ പിള്ള പറഞ്ഞു, പല കാരണങ്ങളാൽ ഞാൻ ഇസ്ലാമിനെയായിരിക്കും മതമായി എന്റെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കുക. PG ആരാണ്? ലോകം കണ്ട ഏറ്റവും വലിയ ഭൗതികവാദി. ഇയാളുടെ കൂട്ടത്തിൽ ആ ശ്രേണിയിൽ ഇങ്ങനെ വന്ന കേരളത്തിലെ വലിയൊരു സൈദ്ധാന്തികൻ അല്ലെ? മതം വേണ്ട എന്ന് പറഞ്ഞ അത് അദ്ദേഹം അതിൽ തന്നെ പറയുന്നുണ്ട്, എനിക്കൊരു മതത്തിന്റെ ആവശ്യം വന്നിട്ടില്ല. ഇനി ഞാനൊരു മതം സ്വീകരിക്കുകയാണെങ്കിൽ പല കാരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇസ്ലാമിനോളം ഉത്തമമായ ഒരു ദർശനം ലോകത്ത് വേറെയില്ല. രണ്ട് പുണ്യങ്ങളിൽ ഏറ്റവും ഉന്നതമായ ഗ്രന്ഥമേതെന്ന ചോദ്യത്തിന് അത് വിശുദ്ധ ഖുർആനാണ് എന്ന് ഞാൻ ലോകത്തോട് പറയും. എന്റെ പി ഗോവിന്ദൻ പിള്ള വെറും ഭൗതികവാദിയായ മരണത്തിന് ശേഷം ഒരു ജീവിതമില്ലെന്ന് പറഞ്ഞ പി ഗോവിന്ദൻ പിള്ള എന്തേ ബൈബിള് പറയാതിരുന്നത്? എന്തേ ഗീത പറയാതിരുന്നത്? അതൊന്നും അറിയാത്ത ആളല്ല അദ്ദേഹം. അതെല്ലാം മനസ്സിലാക്കുകയും പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്ത കാരണം ഖുർആൻ മാനവ സമൂഹത്തിന് പടച്ചോൻ അവതരിപ്പിച്ച ഗ്രന്ഥാണ്. സ്ഖലിതങ്ങളില്ലാത്ത, അവ്യക്തതകളില്ലാത്ത പ്രപഞ്ചനാഥൻ അവതരിപ്പിച്ച ഗ്രന്ഥമാണ് ഇത് വിശുദ്ധ ഖുർആൻ. ലോകത്ത് മറ്റെല്ലാ വേദഗ്രന്ഥങ്ങളും മാനവിക മൂല്യങ്ങൾ പഠിപ്പിക്കാൻ ദൈവത്താൽ അവതരിപ്പിക്കപ്പെട്ടതും പിന്നീട് മനുഷ്യരുടെ കൈകടത്തലുകൾക്ക് വിധേയമായതും ധാരാളം അധർമ്മങ്ങൾ വേദങ്ങളിൽ കുത്തിച്ചെലുത്തപ്പെട്ടിട്ടുള്ളതുമാണ്. അവിടെയാണ്
സഗൗരവമായി നമ്മൾ അറിയേണ്ട വളരെ പ്രധാനമായ കാര്യം, ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ, മനുഷ്യരുടെ മുമ്പിൽ പഠിപ്പിച്ചിട്ടുള്ള കാതലായ കാര്യം ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് എന്ന പോയിന്റാണ്. ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്. നിങ്ങൾക്കൊരു സൃഷ്ടാവുണ്ട്. ഈ ഭൂമിയെ ഇவ்விதം നിങ്ങൾക്ക് സംവിധാനിച്ചു തന്ന ഒരു സംവിധായകനുണ്ട്. ഇത് വളരെ പ്രധാനമാണ്. അത് ശ്രീരാമനല്ല, അത് ശ്രീകൃഷ്ണനല്ല, അത് യേശുക്രിസ്തുവല്ല, അത് മുഹമ്മദ് നബിയല്ല, അത് അമ്മയല്ല, സായിബാബയല്ല, തങ്ങന്മാരല്ല, ബീവിമാരല്ല, ആരുമല്ല. ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണ്. നോക്ക്, ആകാശത്തിലേക്ക് നോക്കിയാൽ നക്ഷത്രങ്ങളെ കാണാം. ആരാണ് അതിനെ സംവിധാനിച്ചത്? ആ സംവിധായകൻ അതാരാണ്? ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണ്. നമുക്ക് വളരെ രസകരമായി ചിന്തിക്കാൻ കഴിയും. ഇസ്ലാം, വിശുദ്ധ ഖുർആൻ, നിങ്ങൾ ശരിക്ക് ഖുർആനിനെ വായിച്ച ഒരാളും ഖുർആനിന് നേരെ തിരിയില്ല. നേരെ മറിച്ച് വിമർശകന്മാരുടെ വിമർശനങ്ങളെ മാത്രം കേട്ട് ഖുർആൻ നേർക്ക് നേരെ വായിക്കാത്ത, ഖുർആൻ വിമർശിച്ചവരെഴുതിയ കിതാബുകൾ, ഗ്രന്ഥങ്ങൾ വായിച്ച് ആ വീഴ്പ്പലക്കി അവരുടെ ചർദൽ അത് സ്വീകരിച്ചവർക്കല്ലാതെ വിശുദ്ധ ഖുർആനെതിരെ തിരിയാൻ കഴിയില്ല, ഇസ്ലാമിനെതിരെ തിരിയാൻ കഴിയില്ല. ലോകത്തിലെ ഏത് ഭൗതികവാദിയോട് നിങ്ങൾ ചോദിച്ച ഏറ്റവും ഉന്നതമായ മതേത ഇസ്ലാമാണ്. എന്തേ അങ്ങനെ? എന്താ കൂട്ടരെ അങ്ങനെ? എന്താ ഇസ്ലാം അങ്ങനെയാകാൻ കാരണം? അത് മനുഷ്യനിർമ്മിത പ്രത്യയശാസ്ത്രമല്ല. അതാണ് അതിന്റെ പ്രത്യേകത. മനുഷ്യർക്കാർക്കും അതിലെന്തില്ല? വകുപ്പില്ല. ഇന്നതാണ് മതം എന്ന് പഠിപ്പിക്കാൻ അവർക്കാർക്കും വകുപ്പില്ല. മുജാഹിദ് പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം അതിനെ വ്യതിരിക്തമാക്കുന്നത് ഇതര മുസ്ലിം സംഘടനകളിൽ നിന്ന് ഈ ഒരു പോയിന്റ് കാരണത്താലാണ്. ഒരാൾക്ക് നല്ലതല്ല എന്ന് തോന്നിയാൽ ഒരു കാര്യമായിട്ട് മാറ്റുക, അതിന് ഇസ്ലാമിൽ വകുപ്പില്ല. പ്രവാചകന്റെ ഈ വചനം എന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നില്ല, അതുകൊണ്ട് എനിക്കത് വേണ്ട, നിങ്ങൾക്കും വേണ്ട എന്നൊരാൾക്ക് പറയാൻ വകുപ്പില്ല. കാരണം ഇസ്ലാമിൽ മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ചുള്ള എല്ലാ വിഷയങ്ങളും അവതരിപ്പിച്ചത് പ്രപഞ്ചനാഥനാണ്. വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചക വചനങ്ങളിലൂടെയും. ഇത് രണ്ടും വളരെ കൃത്യമായാണ് ഇസ്ലാം പഠിപ്പിച്ചത്. മാത്രമാണോ, ഇത് രണ്ടിനെയും പ്രഥമ പ്രബോധിത സമൂഹമായ നബിയെ കണ്ട, നബി തിരുത്തിക്കൊടുത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പഠിപ്പിച്ചു കൊടുത്ത ആ പ്രഥമ പ്രബോധിത സമൂഹം മനസ്സിലാക്കിയ ഒറിജിനൽ ദീൻ, കറകളഞ്ഞ ദീൻ, മതം, ദീനുൽ ഇസ്ലാം. അത് ഇപ്പൊ നിങ്ങൾ നോക്ക്, സൂര്യൻ ആരുടേതാ? എല്ലാവരുടേതുമാണ്. ചന്ദ്രൻ ആരുടേതാ? എല്ലാവരുടേതുമാണ്, അല്ലേ? എല്ലാവരുടേതുമാണ്. ഭൂമിയോ എല്ലാവരുടേതുമാണ്, അല്ലേ? ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയും. ലോകമാണ് തറവാട്, വസുദൈവ കുടുംബകം. അതെ, ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ. മനുഷ്യരെ, 714 കോടി മനുഷ്യരെ, ബ്രാഹ്മണരെ, ക്ഷത്രിയരെ, ഹിന്ദുക്കളെ, ക്രിസ്ത്യാനികളെ, ജൈനരെ, ബൗദ്ധരെ, നിങ്ങളെല്ലാം അള്ളാഹുവിന്റെ അടിമകളാണ്. ഒറ്റ ബാപ്പാന്റെയും ഉമ്മാന്റെയും മക്കളാണ്. ആദമാണ് നിങ്ങളുടെ പിതാവ്, ഹവ്വയാണ് നിങ്ങളുടെ മാതാവ്. അതെ, എത്ര മനോഹരമാണ്, എത്ര മനോഹരമാണ്. കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ്. നിങ്ങൾ ആദം മണ്ണിൽ നിന്നും, നിങ്ങളൊക്കെ ആദമിൽ നിന്നുമാണ്. ഇതാണ് ഇസ്ലാമിന്റെ ലോകവീക്ഷണം. മനുഷ്യരെല്ലാം ആദം അലൈഹിസ്സലാമിന്റെ മക്കളാണ്, ഒരേ തറവാട്ടുകാരാണ്. എങ്കിൽ സൂര്യൻ നമ്മുടേതാണോ? അല്ല. ശ്രീരാമനാണോ സൂര്യനെ സംവിധാനിച്ചത്? അല്ല. ഒരു ഹിന്ദുവും ലോകത്ത് സൂര്യനെ സംവിധാനിച്ചത് ശ്രീരാമനാണെന്നോ ശ്രീകൃഷ്ണനാണെന്നോ പറയില്ല. കാരണം അവർ രണ്ടുപേരും പൂജാതരാകുന്നതിന് മുമ്പ് ചന്ദ്രൻ അതിന്റെ നിലാവ് നൽകുന്നുണ്ട്, സൂര്യൻ അതിന്റെ കിരണങ്ങൾ നൽകുന്നുണ്ട്. മുഹമ്മദ് നബിയാണ് സാഗരത്തെ സൃഷ്ടിച്ചത് എന്നൊരു മുസ്ലിം പറയൂ? ഇല്ല. മുഹമ്മദ് നബി ഇവിടെ വരുന്നതിന് മുമ്പും സാഗരമുണ്ട്, തിരമാലകളുണ്ട്, മത്സ്യങ്ങളുണ്ട്, കാട്ടാറുകളുണ്ട്, കാനനങ്ങളുണ്ട്. ഈ എരഞ്ഞിമങ്ങാട് എന്റെ പ്രസംഗം ദൂരെ നിന്ന്, അടുത്തു നിന്ന്, ഉച്ചഭാഷണിയിലൂടെ കേൾക്കുന്ന എല്ലാവരോടും ഈ ലോകത്തെ ഇவ்விதം സംവിധാനിച്ച ഒരു സംവിധായകനിലേക്കുള്ള യാത്ര എന്ത് രസകരമാണെന്നറിയുമോ? അവൻ എന്നെ കാണുന്നു, അവൻ എന്നെ അറിയുന്നു, അവൻ എന്നെ കൺട്രോൾ ചെയ്യുന്നു, എൻ്റെ മനസ്സിന്റെ വികാരങ്ങൾ അവൻ അറിയുന്നു, എൻ്റെ ചിന്തകളുടെ മ്ലേച്ഛതകൾ പോലും അവൻ അറിയുന്നു. ഞാൻ അവന്റെ അടിമയാണ്,
അതുകൊണ്ട് ഞാൻ അവളെക്കുറിച്ച് മോശമായൊന്ന് ചിന്തിക്കരുത്, ഞാൻ അവനെക്കുറിച്ച് മോശമായൊന്ന് ചിന്തിക്കരുത്, ഞാൻ എൻ്റെ ഭാര്യയുടെ, മക്കളുടെ, കുടുംബങ്ങളുടെ, സഹപ്രവർത്തകരുടെ അഭാവത്തിൽ ഞാൻ മദ്യപിക്കരുത്, മ്ലേച്ഛപ്രവൃത്തി ചെയ്യരുത്. കാരണം എൻ്റെ റബ്ബിന്റെ അഭാവം ഒരിക്കലും ഉണ്ടാകുന്നില്ല. എന്റെ റബ്ബ് എന്നെ കാണാതിരിക്കുക എന്നത് ഇല്ല, എന്റെ ദൈവം എന്നെ കാണാതിരിക്കുക എന്നത് ഇല്ല. അതാണ്, അത്തരമൊരു വിശ്വാസത്തിലേക്കാണ് മുസ്ലിമിനെ, മനുഷ്യരെ ലോകം ക്ഷണിച്ചിട്ടുള്ളത്. ഞാനിവിടെ വളരെ ഗൗരവമായി പറയാം, ലോകത്ത് മരണാനന്തര ജീവിതത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഞാൻ എന്റെ പ്രസംഗത്തിലൊക്കെ പറയാറുണ്ട്, അതൊരു കഥ പോലെ ഞാൻ നിങ്ങൾക്ക് പറയാം. പഠനമാണ്, പഠിച്ചിട്ട് എഴുന്നേറ്റ് പോകണം. ഈ സദസ്സിൽ നിന്ന് ശരിക്കും ഇത് ഉൾക്കൊണ്ട് തിരിച്ചു പോകണം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയുടെ 1ാം വോള്യത്തിന്റെ 195 മുതൽ 206 വരെയുള്ള പേജിൽ അദ്ദേഹം പറഞ്ഞു, സൗദി അറേബ്യ ചരിത്രത്തിൽ ഒന്നുമായിരുന്നില്ല. സൗദി അറേബ്യ ശ്രദ്ധിക്കപ്പെട്ട കോളനിവൽക്കരണത്തിന് വിധേയമാകാത്ത ഒരു നാട്, അതായിരുന്നു സൗദി അറേബ്യ. ആ സൗദി അറേബ്യയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നത് വരെ, അതാണ് എന്റെ പോയിന്റ്. വല്ല മുസ്ലിങ്ങളും എന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ചിന്തിക്കണം, ആലോചിക്കണം. ലോകത്ത് നിങ്ങൾക്ക് ഏത് നായകനെയും മുഹമ്മദ് നബിയുമായി തുലനം ചെയ്യാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൃഷ്ടിച്ച പോലെ ഒരു വിപ്ലവം ലോകത്തേതെങ്കിലും ഒരു പരിഷ്കർത്താവ് ഉണ്ടാക്കിയിട്ടേയില്ല. ഒരു യുക്തിവാദിയും, ഒരു നിരീശ്വരവാദിയും, ഒരു മതനിഷേധിയും ലോകത്ത് മനുഷ്യർക്ക് ധാർമ്മിക വിപ്ലവം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ലളിതമായൊരു ഉദാഹരണം പറയാം. മദ്യപിക്കരുത് എന്ന് പറയാൻ കാർൽ മാർക്സിന് അവകാശം ഉണ്ടായിരുന്നില്ല. കാരണം മദ്യപിക്കാത്ത ദിവസങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നീ മദ്യപിക്കരുതടാ എന്ന് പറഞ്ഞ പോയി പണിയൊക്കെ എന്ന് കാർൽ മാർക്സിനോട് നാട്ടുകാർ പറയുമായിരുന്നു. നേരെ മറിച്ച് മുഹമ്മദ് നബി, എടാ അബ്ദുൽ ഖാദറെ, അബ്ദുൽ ജബ്ബാറെ, സുബൈറെ, ഞാൻ മദ്യപിക്കണില്ല, ഒരു തുള്ളിയും മദ്യത്തിൽ മുങ്ങിക്കുളിച്ച നിങ്ങളുടെ നാട്ടിൽ ഒരു തുള്ളി മദ്യം ഞാൻ കഴിച്ചിട്ടില്ല, എന്നെ കണ്ടു പഠിച്ചോളൂ. കണ്ടോ, മ്ലേച്ഛാചാര്യണ സമുന്നിത മഹാമതിരിക്കാത ശിഷ്യശാഖ സമുന്നിതം. ഭവിഷ്യൽ പുരാണത്തിൽ കൃഷ്ണദ്വൈപായന വേദവ്യാസൻ പറഞ്ഞ മനോഹരമായ വചനങ്ങൾ. ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങളും വ്യഭിചരിക്കരുത്. പ്രവാചകൻ അത് പറയാമായിരുന്നു. ലോകത്തിലെ മറ്റൊരു പരിഷ്കർത്താവിനും എന്തെങ്കിലും ഒരു തിന്മ ഉണ്ടാവും, നബിയിൽ ഒരു തിന്മയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നബിക്കുണ്ടാക്കാൻ കഴിഞ്ഞ ഒരു പരിവർത്തനം, അതാ നെഹ്റു പറയുന്നത്. പിന്നെ സൗദി അറേബ്യ എങ്ങനെ ചരിത്രത്തിന്റെ ഭാഗമായി? അതിന് നെഹ്റു പറയാൻ 2 കാരണം. ഒന്ന്, ഏകനായ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം. 2, മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന കൃത്യമായ ബോധ്യം. ഇതാണ് അറബ് ജനതയെ ഇളക്കി മറിച്ചിരുന്നത്. ഇതാണ്. അത് നമ്മൾ വളരെ ഗൗരവമായി ആലോചിക്കേണ്ട. ലോകത്തെല്ലാരും, ഇപ്പൊ മഹാത്മാഗാന്ധി, ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പോയിന്റ് ആയിട്ട് പറഞ്ഞു തരികയാണ്. മഹാത്മാഗാന്ധി പറയാണ്, സ്വതന്ത്ര ഭാരതത്തിൽ ഞാൻ ഇഷ്ടപ്പെട്ട ഭരണം ഉമർ ബിൻ ഖത്താബിന്റെ ഭരണമാണ്. മഹാത്മാഗാന്ധി മുസ്ലിം ആയിരുന്നില്ല, മഹാത്മാഗാന്ധി ഇസ്ലാം സ്വീകരിച്ചായിരുന്നില്ല, രാമഭക്തനായിട്ടാണ് മരിച്ചത് തന്നെ. നാത്തുറാം വിനായക് ഗോഡ്സെ വെടിവെച്ചപ്പോ ഹരേ റാം ഹരേ റാം എന്ന് പറഞ്ഞിട്ടാണ് ഗാന്ധിജി മരിച്ചത് തന്നെ. ആ മഹാത്മാഗാന്ധി പറയാണ്, സ്വതന്ത്ര ഭാരതത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഭരണം ഉമറിന്റെ ഭരണമാണ്. ആരാണ് ഈ ഉമർ? പഠിച്ചിട്ടാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്. നിങ്ങൾക്കറിയാം, ജാഹിലിയ കാലഘട്ടം മദ്യപിച്ചും പെണ്ണ് പിടിച്ചും യുദ്ധത്തിൽ വാളൂരിയും ചട്ടമ്പിത്തരം കാണിച്ചും മസിൽ പവർ കാണിച്ചും അന്നാട്ടിലെ കൊട്ടേഷൻ പാർട്ടിയുടെ ഡയറക്ടർ, അങ്ങനെ ഒരു കൊട്ടേഷൻ നേതാവ് വേറെ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു ആര്? ഉമർ ഇബ്നുൽ ഖത്താബ്. അരേന്ന് വാൾ ഊരിയാൽ ഒരുത്തന്റെ കഴുത്തുനിന്ന് ചോര ഇങ്ങനെ ആ വാളിന്റെ തെമ്പ് ഇങ്ങനെ തുടച്ചിട്ട് ചോര ഇങ്ങനെ കൊട്ടിയിട്ടില്ലെങ്കിൽ സ്വസ്ഥത കിട്ടാത്ത ഒരു വിപ്ലവകാരി, ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ നീതിമാനായി മാറിയ ഒരു പരിവർത്തനം. ഇത് കഥയല്ല, ഇതിഹാസമല്ല, അല്ല, ഒറിജിനലായിട്ടുണ്ടായതാ. ഇത് ലോകത്ത് മറ്റൊരു മതവിഭാഗത്തിനോ ജനവിഭാഗത്തിനോ രാഷ്ട്രീയ വിപ്ലവ പരിഷ്കർത്താക്കൾക്കോ അവകാശപ്പെടാനില്ലാത്ത, നമുക്ക് നെഞ്ചൂക്കോടെ പറയാൻ പറ്റുന്ന അഭിമാനകരമായ ഒരു ചരിത്രമായിരുന്നു. ഇതെങ്ങനെ ഉണ്ടായി? ഈ ചരിത്രം ഉണ്ടായത് ഈ ഒരൊറ്റ ചോദ്യമായിരുന്നു. മരണം ജീവിതത്തിന്റെ അന്ത്യമോ അല്ല എന്ന ഒരൊറ്റ വാക്കിൽ നിന്ന് ഈ പരിവർത്തനം തുടങ്ങി. അം ഹസിബ്തും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും
ഇലൈനാ ലാ തുർജഊൻ. എല്ലാ മുസ്ലിമീങ്ങളും ഗൗരവമായി കേൾക്കേണ്ട ഒരു വചനം അല്ല. അതല്ല, മരണത്തോടുകൂടി നിങ്ങളുടെ ജീവിതം അവസാനിക്കുമെന്നും നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വരികയില്ല എന്നും നിങ്ങൾ വിചാരിക്കുകയാണോ? വല്ലാത്തൊരു വാക്കല്ലേ അത്. നിങ്ങൾ മരണത്തോടുകൂടി നിങ്ങളുടെ ജീവിതം അവസാനിക്കുമെന്നും നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വരികയില്ല എന്നും നിങ്ങൾ വിചാരിക്കുകയാണോ? അത് വല്ലാത്തൊരു ചോദ്യം. അം ഹസിബ്തും അന്നമാ ഖലഖനാകും അബസ. ഞങ്ങൾ വെറുതെ ആയിട്ട് സൃഷ്ടിച്ചതാണ്, നിങ്ങളെ ഞാൻ വെറുതെ അങ്ങോട്ട് സൃഷ്ടിച്ചതാണ്, നായയെപ്പോലെ പന്നിയെപ്പോലെ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. കണ്ടോ, എത്ര ക്ലിയറാണ്. നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വരും. ഈ വിശ്വാസത്തിനല്ലാതെ മനുഷ്യനെ നന്നാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണല്ലോ ലോകത്ത് ഒരൊറ്റ മനുഷ്യനും മദ്യപിക്കാത്ത ഒരു രാജ്യം ഭരിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു മനുഷ്യന്റെ പേര് പറ. എന്റെ പദപ്രയോഗം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരൊറ്റ പൗരനും മദ്യപിക്കാത്ത ഒരു രാജ്യത്തെ ഭരിക്കാൻ കഴിഞ്ഞ ലോകത്ത് ഒറ്റ മനുഷ്യനുണ്ടായിരുന്നുള്ളൂ. മാനവ ചരിത്രത്തിൽ ഒരൊറ്റ മനുഷ്യൻ. അതാരാ? വേശ്യാലയമില്ലാത്ത, വേശ്യാവൃത്തിയെക്കുറിച്ച് ചിന്തിക്കാത്ത, ഒരു പെണ്ണ് ആണിനെ ഒളിക്കണ്ണിട്ട് നോക്കാത്ത, ഒരാണ് പെണ്ണിനെ ഒളിക്കണ്ണിട്ട് നോക്കാത്ത, വേശ്യാലയമില്ലാത്ത ലോകത്തിലെ ഏക രാജ്യം ഭരിച്ച് മരിച്ച ഒരു ഭരണാധികാരി ആരാ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പലിശാലയമില്ലാത്ത, പലിശ വാങ്ങാത്ത, പലിശ കൊടുക്കാത്ത ഒരു രാജ്യത്തെ